ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നടക്കാനുള്ളത് എന്നത് നോക്കാം. ഓരോ റീജിയനിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്ത് സ്വാതന സാജു ഉണ്ട്, കൊച്ചിയിൽ സിജോ വി ജോൺ ഉണ്ട്, കോഴിക്കോട് ഫൈസൽ നെടുമ്പാലയുണ്ട്. ഞാൻ ആദ്യം സിജോ വി ജോണിലേക്കാണ്. സിജോ, ഇന്നിപ്പോൾ കൊച്ചിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം കടക്കുന്നത്. തൃശ്ശൂരിൽ ഇന്നലെ തന്നെ CPM സമ്മേളനത്തിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ അവസാന ദിവസമാണ്, സെക്രട്ടറി ഇന്ന് തീരുമാനിക്കും. ഒപ്പം തന്നെ ഈ പകുതി വില വിവാദത്തിൽ ഇന്ന് ആ പ്രതി അനന്തകൃഷ്ണനെയൊക്കെ തൊടുപുഴ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരാനുണ്ട്. കൊച്ചിയിൽ നിന്ന് എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടുള്ള വാർത്തകൾ? ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രാഥമികമായ അന്വേഷണ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നടക്കും. നമുക്കറിയാം, അതിവിപുലമായ ഒരു സംഘം തന്നെയാണ് ഇതിൻ്റെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 81 പേരടങ്ങുന്ന സംഘമാണുള്ളത്. ഇതിൽ നിന്ന് ഓരോ കേസുകളും കൃത്യമായ റിപ്പോർട്ടുകൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുക. ഇത് പണം നൽകിയ ആളുകളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. ആ ഒരു നടപടികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ കടക്കുക. എന്തായാലും വേഗത്തിൽ തന്നെ ഇതിൻ്റെ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സംഘത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇതിൻ്റെ അന്വേഷണത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതിയിൽ വരുന്നുണ്ട്. ഇന്ന് 11 ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തനിക്ക് ജീവന ഭീഷണി നേരിടുന്നുവെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഇതാണ് ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന വാർത്ത കൊച്ചിയിൽ നിന്നുള്ളത്, ഇന്നലെയാണ് നമ്മൾ കയർ ബോർഡിലെ ഒരു ജീവനക്കാരി മരിച്ച ഒരു വിവരം വന്നിരുന്നത്. മേലുദ്യോഗസ്ഥരുടെ തൊഴിൽ പീഡനത്തെ തുടർന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടാകുകയും അതിർന്ന് മരണം സംഭവിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് ആ കുടുംബം ഉന്നയിച്ചിരുന്നത്. ഇന്ന് അവരുടെ മൃതദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെയായിരിക്കും എൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ തൃശ്ശൂർ CPM ജില്ലാ സമ്മേളനമാണ്. ഇന്ന് അതിൻ്റെ സമാപന ദിവസത്തിലേക്ക് കടക്കുകയാണ്. ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്ന നടപടികളും ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാകുകയും ചെയ്യും.